KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവരെല്ലാവരും ലീഡ് ചെയ്യുന്നു. സത്യം പറഞ്ഞു ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? അതേസമയം ധർമ്മടത്ത് ദയനീയമായി പരാജയപ്പെടുന്നവരുടെ എണ്ണം നോക്കൂ. മുഖ്യമന്ത്രി പിന്നിലാവുന്നു, വ്യവസായ വകുപ്പ് മന്ത്രി പിന്നിലാവുന്നു, ധനവകുപ്പ് മന്ത്രി നേരിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നു, തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി പിന്നിലാവുന്നു, ആരോഗ്യ വകുപ്പ് മന്ത്രി പിന്നിലാവുന്നു, ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി പിന്നിലാവുന്നു. ഈ ബോഡി ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഈ കൈ കൊണ്ട് എത്ര പ്രാവശ്യം പഴങ്കഞ്ഞി കാന്താരി മുളക് ഞെരടി തന്നതാണ്. ഒരു പ്രാവശ്യം എന്റെ കണ്ണിന് തെച്ചു ദുഷ്ടത്തി. വെറുതെ ഇങ്ങനെ കിടക്കണേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അപ്പോ മൈനോറിറ്റി കൺസോൾട്ടേഷനും ഇല്ല, ഒരർത്ഥത്തിൽ ഭൂരിപക്ഷ കൺസോൾട്ടേഷനും ഇല്ല ഒരു ഭാഗത്ത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഫീൽഡിൽ നിന്ന് വരുന്ന കണക്കുകൾ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ ഇതിനൊരു കപ്പിത്താനുണ്ട്. 139 എന്നതാണ് സ്ക്രീനിൽ തെളിയുന്ന കണക്കുകൾ. 2 തരംഗങ്ങളിൽ LDF-ന് പോലും സാധ്യമാകാത്ത നമ്പറിലേക്ക് പ്രതിപക്ഷ നേതാവ് പ്രവചിച്ച 100-ലേക്ക് UDF എത്തിയിരിക്കുന്നു എന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം. ഇത് തുടരുമെന്നറിയില്ല, ഒരുപക്ഷെ 2-3 സീറ്റുകൾ മാറ്റം വന്നേക്കാം. പക്ഷേ ഈ സമയം അടയാളപ്പെടുത്തുന്നത് UDF-ന്റെ കോളത്തിൽ 100 സീറ്റുകൾ എന്നതാണ്. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാർ. പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. വല്ലാത്തൊരു പൊട്ടലായി പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഇതൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ആ കോൺഫറൻസ് കറക്റ്റ് ആണെന്ന് വരുന്നു. UDF 100-ലേക്ക് എത്തുന്നു, LDF 30. അലങ്കോഴി കൂവ അവന്റെ അമ്മയുടെ മ്യൂസിക്.